إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد قال الله تعالى إنما المؤمنون إخوة الله سبحانه وتعالى പറഞ്ഞു മുഅ്മിനീങ്ങൾ അവർ പരസ്പരം സഹോദരന്മാരാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരിക്കൽ പറഞ്ഞു മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതആതുഫിഹിം വതറാഹുമിഹിം, മുസ്ലിമീങ്ങൾ അവർ പരസ്പരമുള്ള സ്നേഹവും അതിന്റെ കാരുണ്യവും അനുകമ്പയുമെല്ലാം അതിന്റെ ഉദാഹരണം എങ്ങനെയാണ്? മസലുൽ ജസദ്, ഒരു ശരീരം പോലെയാണ്. ഇദശ്തകാ മിൻഹു ഉദ്വുൻ, ആ ശരീരത്തിലെ ഒരു അവയവത്തിന് രോഗം ബാധിച്ചാൽ തദാഅ സായിറുൽ ജസദി ബിസ്സഹരി വൽ ഹുമ്മ, ശരീരത്തിന്റെ മറ്റു അവയവങ്ങളെല്ലാം പനി ബാധിച്ചും ഉറക്കമിളച്ചുമെല്ലാം ആ അവയവത്തോട് കൂറ് പുലർത്തുന്നതാണ്, അനുഭാവം പുലർത്തുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, ഈമാനുള്ളവർ അവർ പരസ്പരം സഹോദരങ്ങളാണ്. ഒരു ശരീരം പോലെ പ്രവർത്തിക്കേണ്ടവരാണ് മുഅ്മിനീങ്ങളായ ആളുകൾ. ഒരു മുസ്ലിമിന്റെ പ്രയാസം അത് സ്വന്തം പ്രയാസമായി കാണുകയും അവനെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നവരാണ് മുഅ്മിനീങ്ങളായ ആളുകൾ. ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടം മക്കയിൽ നിന്നും ദീനിന്റെ സംരക്ഷണാർത്ഥം വീടും കുടുംബവും നാടും സമ്പത്തുമെല്ലാം ഒഴിവാക്കി മദീനയിലേക്ക് പലായനം ചെയ്തവരാണ് മുഹാജിറുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ അവർ മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ അവരെ ആനയിക്കുകയും അവരെ സ്വീകരിക്കുകയും അവർക്ക് ആതിഥേയത്വം നൽകുകയും ചെയ്തവരാണ് അൻസാറുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ മുഹാജിറുകളുടെയും അൻസാറുകളുടെയും ചരിത്രം വായിച്ചാൽ ഇസ്ലാമികമായ സാഹോദര്യത്തിന്റെ അതിന്റെ ഭംഗിയും അതിന്റെ രുചിയുമെല്ലാം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മദീനയിലേക്ക് ഹിജ്റ ചെയ്തു വന്നപ്പോൾ അദ്ദേഹത്തിനും സഅദ് ഇബ്നു റബീഅക്കുമിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പരസ്പരം സഹോദരന്മാരാക്കുകയുണ്ടായി. ഈ സന്ദർഭത്തിൽ മഹാനായ സഅദ് ഇബ്നു റബീഅ അദ്ദേഹം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് പറയുകയാണ്, ഇന്നി അക്സറുൽ അൻസാരി മാല, അൻസാറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം സമ്പത്തുള്ള വ്യക്തി ഞാനാണ്. ഫഅഖ്സിമു ലക നിസ്ഫമാലി, അതുകൊണ്ട് എന്റെ സമ്പത്തിന്റെ പകുതി ഞാൻ നിങ്ങൾക്ക് വീതിച്ചു നൽകാം, ഞാൻ നിങ്ങൾക്ക് പകുത്തു നൽകാം. അതുപോലെ എന്റെ ഭാര്യമാർ, അവരിൽ താങ്കൾക്ക് ഇഷ്ടമുള്ളവരെ തെരഞ്ഞെടുക്കാം, താങ്കൾക്ക് വേണ്ടി ഞാൻ അവരെ തലാഖ് ചെയ്തു തരുന്നതാണ് എന്ന് മഹാനായ സഅദ് ഇബ്നു റബീഅ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് പറയുകയുണ്ടായി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറഞ്ഞു, എനിക്കതിന്റെ ആവശ്യമില്ല, താങ്കൾ മദീനയിലെ മാർക്കറ്റ്, ഈ മദീനയിലുള്ള അങ്ങാടി അതെനിക്ക് കാണിച്ചു തരിക. അങ്ങനെ അദ്ദേഹം മദീനയിലെ അങ്ങാടിയിലേക്ക് പോവുകയും അവിടെ കച്ചവടം ചെയ്യുകയും പിന്നീട് ചരിത്രത്തിൽ നമുക്ക് കാണാം ഏറ്റവും വലിയ ധനാഢ്യനായി മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മാറുകയാണ്. ഈ സംഭവത്തിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് മുഹാജിറുകളും അൻസാറുകളും അവർക്കിടയിലുള്ള സാഹോദര്യം, അള്ളാഹുവിന്റെ പേരിലുള്ള അവരുടെ സ്നേഹവും ഐക്യവുമെല്ലാം അത് വാക്കുകൾ കൊണ്ട് വർണ്ണിച്ചെടുക്കാൻ നമുക്ക് പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ അവർ അവരുടെ സമ്പത്തിന്റെ പകുതി, അവരുടെ ഇഷ്ടമുള്ള ഭാര്യമാരെ തെരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം, അതെല്ലാം അവർക്ക് വേണ്ടി വകവെച്ചു കൊടുക്കുകയാണ്. രക്തബന്ധത്തിലുള്ള അവിശ്വാസിയേക്കാൾ അവർ പ്രാമുഖ്യം കൊടുത്തിരുന്നത് മുഅ്മിനായ തന്റെ സഹോദരന് വേണ്ടിയായിരുന്നു എന്ന് നമുക്ക് അവരുടെ ചരിത്രം വായിച്ചാൽ മനസ്സിലാകുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പേരിലുള്ള ഈ സ്നേഹം, ദീനിന്റെ പേരിലുള്ള ഈ സ്നേഹം എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, വസ്കുറൂ നിഅമതല്ലാഹി അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹം, നിഅമത്ത്
അത് നിങ്ങൾ ഓർത്തുകൊള്ളുക. ഇദ് കുൻതും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബികും, നിങ്ങൾ പരസ്പരം അന്യോന്യം ശത്രുക്കളായിരുന്നു. അങ്ങനെ ശത്രുക്കളായ നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ മനസ്സുകളെ ഇണക്കി ചേർത്തവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന, അങ്ങനെ അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ പരസ്പരം സഹോദരങ്ങളായി തീർന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അറബികളുടെ ചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, ജാഹിലിയ്യ കാലഘട്ടത്തിൽ അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗോത്രങ്ങളായിരുന്നു ഔസും ഖസ്റജും എന്ന് പറയുന്നത്. നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ വർഷങ്ങളോളം കലഹിക്കുകയും പരസ്പരം പോരടിക്കുകയും ചെയ്തവരാണ്. കാലികളുടെ വിഷയത്തിൽ, അതിർവരമ്പുകളുടെ വിഷയത്തിൽ പരസ്പരം വർഷങ്ങളോളം അവർ മിണ്ടിയിരുന്നില്ല, അവർ പരസ്പരം പോരാടിയിരുന്നു. അങ്ങനെയുള്ള രണ്ട് വിഭാഗങ്ങളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഒരുമിപ്പിച്ചത്, അവരെ സഹോദരന്മാരാക്കി തീർത്തത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മെ ഉണർത്തുകയാണ്. അതുകൊണ്ട് ഈമാനികമായ ഇസ്ലാമികമായ ഈ സാഹോദര്യ ബന്ധത്തിന് ഒട്ടനവധി ശ്രേഷ്ഠതകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകിയത്. ഒന്നാമതായി നമ്മുടെ ഈമാനിന്റെ ഏറ്റവും ബലവത്തായ കയറാണ് അള്ളാഹുവിന്റെ പേരിൽ സ്നേഹിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഔസഖുൽ ഈമാൻ, ഈമാനിന്റെ ഏറ്റവും ബലവത്തായ കയർ എന്ന് പറയുന്നത് അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ, അള്ളാഹുവിന്റെ പേരിൽ കോപിക്കുകയും അള്ളാഹുവിന്റെ പേരിൽ പരസ്പരം വെറുക്കുകയും ചെയ്യുക എന്നതാണ്. അഥവാ നമ്മുടെ സ്നേഹത്തിന്റെയും നമ്മുടെ വെറുപ്പിന്റെയും അതിന്റെ ആധാരം, അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ പേരിൽ അള്ളാഹുവിന് വേണ്ടിയാണ് എന്നുള്ളത് മാത്രമാണ്. രണ്ടാമത്തെ ശ്രേഷ്ഠതയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലഹു, അള്ളാഹുവിന്റെ അർശിന്റെ തണലല്ലാതെ മറ്റൊരു തണലും ലഭിക്കാത്ത ഒരു ദിവസമുണ്ട്. ഖിയാമത്ത് നാളിന്റെ അന്ന് അള്ളാഹു 7 വിഭാഗം ആളുകൾക്ക് അന്ന് തണലേകുന്നതാണ്. അതിലൊരു വിഭാഗം ആളുകൾ ആരാണ്? വറജുലാനി തഹാബ്ബാ ഫില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തവരാണവർ. ഇജ്തമഅ അലൈഹി, അള്ളാഹുവിന്റെ പേരിൽ അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ പരസ്പരം ഒരുമിച്ച് കൂടിയവരാണവർ. വതഫറഖ അലൈഹി, അങ്ങനെ മരണം വരെ അള്ളാഹുവിന്റെ പേരിൽ സ്നേഹിക്കുകയും മരണം വരെ ആ മാർഗത്തിൽ കഴിച്ചു കൂട്ടിയ രണ്ടാളുകൾ അവർക്ക് അള്ളാഹു നാളെ തണലേകുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. മൂന്നാമതായി റസൂലുള്ളാഹി പറയുന്നു, വജബത് മഹബ്ബതി ലിൽ മുതഹാബ്ബീന ഫിയ, അള്ളാഹു പറയുകയാണ് എന്റെ പേരിൽ പരസ്പരം സ്നേഹിക്കുകയും വൽ മുതസാബിരീന ഫിയ, എന്റെ പേരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദർശിക്കുകയും വൽ മുതബാദിലീന, നന്മയുടെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുകയും ചെയ്ത ആളുകൾ അവർക്ക് എന്റെ സ്നേഹം അവരുടെ മേൽ നിർബന്ധമായിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കണമെങ്കിൽ, അള്ളാഹുവിന്റെ മഹബ്ബത്ത് ലഭിക്കാനുള്ള ഒരു മാർഗമായി റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ് അള്ളാഹുവിന്റെ പേരിലുള്ള സ്നേഹം എന്ന് പറയുന്നത്. നാലാമതായി ഒരു വ്യക്തി അവൻ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂടെയായിരിക്കും ഉണ്ടാവുക. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സിലിരിക്കുമ്പോൾ ഒരു വ്യക്തി കടന്നു വന്ന് റസൂലിനോട് ചോദിക്കുകയാണ്, മതസ്സാഅ, റസൂലേ എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക? റസൂലുള്ളാഹി ചോദിച്ചു, വമാ അഅദത്ത ലഹ, ആ അന്ത്യനാളിന് വേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? നീ എന്ത് പാതേയമാണ് അതിനു വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ളത്? ആ വ്യക്തി പറയുകയാണ്, എന്റെ പക്കൽ ധാരാളം നമസ്കാരമോ നോമ്പോ അതുപോലെയുള്ള ഇബാദത്തുകളോ ഒന്നും എന്റെ പക്കലില്ല. പക്ഷേ അന്നീ ഉഹിബ്ബുല്ലാഹ വ റസൂലഹു, ഞാൻ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അങ്ങേയറ്റം സ്നേഹിക്കുന്നുണ്ട്, ആത്മാർത്ഥമായി ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നുണ്ട്. റസൂലുള്ളാഹി പറയുകയാണ്, അൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണോ ഇഷ്ടപ്പെട്ടത് അവരുടെ കൂടെ നീ സ്വർഗ്ഗത്തിലായിരിക്കുമെന്ന് റസൂലുള്ളാഹി അദ്ദേഹത്തെ പഠിപ്പിക്കുകയാണ്. ഈ ഹദീസ് ഉദ്ധരിച്ച മഹാനായ അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, ഫമാ ഫരിഹ്നാ ബിശൈഇൻ ഫറഹനാ ബിഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിച്ചത് അവരുടെ കൂടെ നീ സ്വർഗ്ഗത്തിലായിരിക്കും എന്ന റസൂലിന്റെ വാക്കിനേക്കാൾ ഞങ്ങൾക്ക് സന്തോഷം നൽകിയ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വഅന ഉഹിബ്ബുൻ നബിയ വഅബൂബക്കറിൻ വഉമർ, ഞാൻ നബിയെയും അബൂബക്കറിനെയും ഉമറിനെയും ഞാൻ ഇഷ്ടപ്പെടുന്നു. വഅർജു അൻ അകൂന മഅഹും ബിഹുബ്ബി ഇയാഹും, അവരോടുള്ള സ്നേഹം കാരണത്താൽ അവരോടുള്ള ഇഷ്ടം കാരണത്താൽ നാളെ അവരുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഞാൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് മഹാനായ അനസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം, ഈമാനിന്റെ പേരിലുള്ള സ്നേഹം എന്ന് പറയുന്നത് അത് നമ്മെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കുന്ന കാര്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നവർ, ഇഷ്ടപ്പെടുന്നവർ അവർ പാലിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്നാമതായി നാം സ്നേഹിക്കേണ്ടത്, നാം സ്നേഹിക്കാൻ തിരഞ്ഞെടുക്കേണ്ടത് ദീനുള്ള ആളുകളെയായിരിക്കണം. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു വ്യക്തി അവൻ തന്റെ കൂട്ടുകാരന്റെ ദീനിലായിരിക്കും. ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ, അതുകൊണ്ട് ഞാൻ ആരുമായാണ് കൂട്ടുകൂടുന്നത്, ആരുമായാണ് കൂട്ടുകൂടേണ്ടത് എന്ന് ഓരോരുത്തരും പരിശോധിച്ചു കൊള്ളട്ടെ
എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിന, മുഅ്മിനീങ്ങളോടല്ലാതെ ഈമാനുള്ളവരോടല്ലാതെ നീ കൂട്ടുകൂടാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മഹാനായ ബിലാൽ ഇബ്നു സഅദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, നിന്നെ കണ്ടുമുട്ടുമ്പോഴെല്ലാം അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു കൂട്ടുകാരനാണ്, ഒരു സഹോദരനാണ്. നിന്നെ കണ്ടുമുട്ടുമ്പോഴെല്ലാം നിന്റെ കയ്യിൽ ദീനാറുകൾ വെച്ച് തരുന്ന കൂട്ടുകാരനേക്കാൾ ഉത്തമമായതെന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. അതുകൊണ്ട് ദീനുള്ളവരെ തെരഞ്ഞെടുക്കുക, ദീനുള്ളവരെ കൂട്ടുകാരായി സ്നേഹിക്കുക എന്നതാണ് ഒന്നാമതായി നാം ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമതായി നമ്മുടെ സ്നേഹം അത് അള്ളാഹുവിന്റെ പേരിൽ മാത്രമായിരിക്കണം. ഈ ദുനിയാവിലെ കേവലം തുച്ഛമായ ലാഭങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ പേരിൽ അത്തരത്തിലുള്ള സ്നേഹങ്ങൾ വഴിമാറാൻ പാടില്ല. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ, മൂന്ന് കാര്യങ്ങൾ ഒരാളിലുണ്ടായാൽ അവൻ ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചു. എന്നിട്ട് അതിൽ ഒരു വിഭാഗമാരാൻ വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാ, അവനൊരു വ്യക്തിയെ സ്നേഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് അത് അള്ളാഹുവിന്റെ പേരിൽ മാത്രമാണ്, അള്ളാഹുവിന് വേണ്ടി മാത്രം സ്നേഹിക്കുക. അതല്ലാതെ കക്ഷികളുടെ പേരിൽ, വ്യക്തികളുടെ പേരിൽ, മദ്ഹബുകളുടെ പേരിൽ, സംഘടനകളുടെ പേരിലല്ല നമ്മുടെ സ്നേഹം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി അംഗീകരിക്കുന്ന ഈമാനുള്ള മുസ്ലിമായ ഏതൊരാളെയും നാം സ്നേഹിക്കേണ്ടതുണ്ട്. നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് അത് ദുനിയാവിലെ ഏതെങ്കിലും ചില ചട്ടക്കൂടുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ടതല്ല എന്ന പാഠമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും നമ്മുടെ സഹോദരനെ നാം ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. മുഹാജിറുകളുടെയും അൻസാറുകളുടെയും ചരിത്രം നാം പലതവണ കേട്ടതാണ്. അതിൽ അൻസാറുകളെ കുറിച്ച് അള്ളാഹു അവരെ പ്രശംസിച്ച് പറയുന്നു, വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, തങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടായിരുന്നിട്ടും തങ്ങളുടെ പക്കൽ സമ്പത്തില്ലാതിരുന്നിട്ടും അവർ തങ്ങളുടെ സഹോദരന്മാർക്ക് അവർ പ്രാമുഖ്യം കൊടുത്തവരാണ്. അവരായിരുന്നു അൻസാറുകൾ. അതുകൊണ്ട് തന്റെ സഹോദരന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി നാം സമയങ്ങൾ മാറ്റിവെക്കുക, തന്റെ സഹോദരന്റെ ആവശ്യങ്ങൾ അത് കണ്ടറിഞ്ഞ് അവന്റെ കൂടെ നിൽക്കുക, അവനെ സഹായിക്കുക. അവന്റെ ആവശ്യങ്ങൾ നിന്നോട് പറയുന്നതിന് മുൻപായി അത് കണ്ടറിഞ്ഞ് അത് നിറവേറ്റി കൊടുക്കുക എന്നതാണ് ഏറ്റവും ഉത്തമമായ രൂപം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കാണാം, മുഅ്മിനീങ്ങൾ അവർ തമ്മിൽ പരസ്പരമുള്ള സഹായ സഹകരണം അതിന്റെ ഉപമ റസൂലുള്ളാഹി പറയുകയാണ്, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ, ഒരു മുഅ്മിന് മറ്റൊരു മുഅ്മിനിന് അതൊരു കെട്ടിടം പോലെയാണ്. യശുദ്ദു ബഅദുഹു ബഅദ, ആ കെട്ടിടത്തിന്റെ ചില ഭാഗങ്ങൾ മറ്റു ചില ഭാഗങ്ങളെ അതിന് ശക്തി പകരുന്നത് പോലെ, അതിന് കരുത്ത് പകരുന്നത് പോലെ ഒരു മുഅ്മിൻ തന്റെ മുഅ്മിനിന് എപ്പോഴും ഒരു താങ്ങാണ്, തണലാണ്, കരുത്താണ്. എന്നിട്ട് റസൂലുള്ളാഹി തന്റെ കൈകൾ ഇരു കൈകളും റസൂലുള്ളാഹി തമ്മിൽ ചേർത്ത് പിടിച്ചു എന്ന് ഹദീസ് ഉദ്ധരിക്കുന്ന സഹാബികൾ രേഖപ്പെടുത്തിയതായി കാണാം. നമ്മുടെ ഒരു കൈയിൽ 5 വിരലുകളാണുള്ളത്. ഈ 5 വിരലുകളും മടങ്ങുന്നത് അതൊരു കൈകളിലേക്കാണ്. അതുപോലെ മുഅ്മിനീങ്ങൾ അവരെയെല്ലാം ഒരുമിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ഈമാനും അവന്റെ റസൂലിലുള്ള ഈമാനും എന്ന് പറയുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ അവർ പരസ്പരം ഒരുമയോടെ കഴിയേണ്ടവരാണ്. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാന അൽ അബ്ദു ഫീ ഔനി അഖി, മുസ്ലിമായ തന്റെ ഒരു സഹോദരനെ ഒരു വ്യക്തി സഹായിക്കുകയാണെങ്കിൽ അവൻ സഹായിക്കുന്ന കാലം അത്രയും അള്ളാഹു അവനെയും സഹായിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. നാലാമതായി നാം ശ്രദ്ധിക്കേണ്ടത് തന്റെ മുസ്ലിമായ സഹോദരന്റെ അവന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാൻ പാടില്ല, അവന്റെ അഭിമാനത്തിന് പരിക്കേൽപ്പിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിന്റെ വേളയിൽ അഥവാ ദുൽഹിജ്ജ 10 അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്, ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാദക്കും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമിക്കും ഹാദാ ഫീ ശഹ്രിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് ഹജ്ജിന്റെ വേളയിൽ ദുൽഹിജ്ജ 10 അന്ന് പ്രഖ്യാപിക്കുകയാണ്, ഈ ദിവസം അതെത്ര പവിത്രമാണോ, ഈ നാട് അതെത്ര പവിത്രമാണോ, ഈ മാസം അതെത്ര പവിത്രമാണോ, അതുപോലെ ഒരു മുസ്ലിമിന്റെ ധനവും അവന്റെ രക്തവും അവന്റെ അഭിമാനവുമെല്ലാം അള്ളാഹുവിന്റെ പക്കൽ അങ്ങേയറ്റം പവിത്രമായതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്റെ അഭിമാനത്തെ നാം സംരക്ഷിക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചതായി കാണാം. ഇത് പല നിലക്കുണ്ട്. ഒന്നാമതായി അവന്റെ ന്യൂനതകൾ, അവന്റെ പോരായ്മകൾ അതെടുത്തു പറയുക, അവനെ ആക്ഷേപിക്കുക, അതുകൊണ്ട് അവനെ കളിയാക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒന്നും നാം മുതിരാൻ പാടില്ല. റസൂലുള്ളാഹി പറഞ്ഞു, വമൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു യൗമൽ ഖിയാമഹ്, ആരെങ്കിലും മുസ്ലിമായ തന്റെ സഹോദരന്റെ ന്യൂനതകൾ അവന്റെ പോരായ്മകൾ മറച്ചു വെക്കുകയാണെങ്കിൽ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ ന്യൂനതകൾ അത് മറച്ചു വെക്കുന്നതാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കാലമാണ്. ആളുകൾക്ക് എളുപ്പത്തിൽ ഒരാളെ ഇല്ലാതാക്കുവാൻ, അയാളുടെ അഭിമാനത്തെ തകർക്കുവാൻ നിമിഷ നേരങ്ങൾ കൊണ്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്റെ സഹോദരന്റെ പോരായ്മകൾ, അവന്റെ കുറവുകൾ അത് ജനങ്ങൾക്കിടയിൽ പരസ്യമാക്കരുത്, അത് മറച്ചു വെക്കുക, അത് ഒളിപ്പിച്ചു വെക്കുക. അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമതായി നാം ചില കാര്യങ്ങൾ അതവരോട് വീണ്ടും വീണ്ടും ചോദിച്ച് നാം അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ചില കാര്യങ്ങൾ അവർ മറ്റുള്ളവരറിയാതിരിക്കാൻ അവർ
മറ്റുള്ളവർ അറിയുന്നത് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഉണ്ടാകും. അത്തരം കാര്യങ്ങൾ നീ നിന്റെ സഹോദരനോട് വീണ്ടും വീണ്ടും ചോദിച്ച് നീ അവനെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കാൻ പാടില്ല. അതവന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കലാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഉദാഹരണമായി, ഒരാൾ ഒരു വഴിയിൽ നിന്ന് കടന്നു വരികയാണ്. അവനോട് ചോദിക്കുകയാണ്, നീ എങ്ങോട്ടാണ് പോയത്, നീ ആരോടാണ് സംസാരിച്ചത് എന്നിങ്ങനെ അവനോട് കുത്തി കുത്തി ചോദിക്കുകയും അങ്ങനെ അവൻ ഉത്തരം പറയാൻ നിർബന്ധിതനായി തീരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നാം ഒഴിവാക്കേണ്ടതാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. മൂന്നാമതായി, അവൻ നിന്നോട് പറഞ്ഞ ചില രഹസ്യങ്ങൾ ഉണ്ടാകും. നീ മാത്രം അറിയുന്ന ചില രഹസ്യങ്ങൾ അവൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടാകും. അത് നീ ഒരിക്കലും വെളിപ്പെടുത്താൻ പാടില്ല. കാരണം രഹസ്യം എന്ന് പറയുന്നത് അത് അമാനത്താണ്, അത് സൂക്ഷിക്കേണ്ടതാണ്. അത് മറ്റൊരാളുടെ മുമ്പിലും പരസ്യപ്പെടുത്താൻ പാടില്ല. നാലാമതായി, നിന്റെ സഹോദരന്റെ അഭിമാനത്തെ ഒരാൾ വ്രണപ്പെടുത്തുന്നത് കാണുമ്പോൾ നീ അതിനെ തടുക്കേണ്ടതുണ്ട്, അതിനെ നീ സംരക്ഷിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ റദ്ദ അൻ ഇർളി അഖീഹി റദ്ദല്ലാഹു അൻ വജ്ഹിഹി നാറ യൗമൽ ഖിയാമ. ആരെങ്കിലും തന്റെ സഹോദരന്റെ അഭിമാനത്തെ ആരെങ്കിലും ക്ഷതമേൽപ്പിക്കുന്നത് അത് തടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഖത്തെ ഖിയാമത്ത് നാളിൽ നരകത്തിൽ നിന്നും രക്ഷിക്കുന്നതാണ്, തടുക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളായ ആളുകൾ അവരുടെ അഭിമാനത്തെ നാം സംരക്ഷിക്കുക. അഞ്ചാമതായി പണ്ഡിതന്മാർ പറയുന്നു, തന്റെ സഹോദരങ്ങളെക്കുറിച്ച് മോശമായ വിചാരങ്ങൾ, ഊഹങ്ങൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ വെച്ച് പുലർത്താൻ പാടില്ല. മുസ്ലിമായ ഒരു വ്യക്തി അവന്റെ അടിസ്ഥാനം എന്താണ്? എല്ലാ മുസ്ലിമീങ്ങളും അവർ സത്യസന്ധന്മാരാണ്, അവർ സിദ്ഖുള്ളവരാണ്. ഒരു മുസ്ലിമിന്റെ അടിസ്ഥാനം അതാണ്. എന്നാൽ നാമുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളവർ നമ്മോട് ബന്ധമെടുക്കുന്നതോറും ആ സത്യസന്ധതയുടെ ബലം അത് കൂടി വരികയാണ്. അതുകൊണ്ട് നമ്മുടെ സഹോദരന്മാരെ കുറിച്ച് ഒരു വാർത്ത കേൾക്കുമ്പോൾ, എന്തെങ്കിലുമൊക്കെ മോശമായത് നമ്മിലേക്ക് വന്നെത്തുമ്പോൾ നാം അവനെക്കുറിച്ച് മോശമായത് വിചാരിക്കാൻ പാടില്ല. അവനങ്ങനെ ചെയ്യണമെങ്കിൽ, അവനങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ അവന് വല്ല ന്യായവും ഉണ്ടായേക്കാമെന്ന ന്യായങ്ങൾ കണ്ടെത്തുന്നവരാകേണ്ടതുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഒരു സഹോദരന്റെ നാവിൽ നിന്ന് നീ ഒരു വാക്ക് കേട്ടു, ആ വാക്കിന് രണ്ടർത്ഥങ്ങൾ കൽപ്പിക്കാം. ഒന്ന് നന്മയാണ്, മറ്റേത് തിന്മയാണ്. അങ്ങനെയാണെങ്കിൽ നല്ല അർത്ഥം നീ അതിന് കൽപ്പിക്കുക. അതല്ലാതെ മോശമായ അർത്ഥങ്ങൾ കൽപ്പിച്ചുകൊണ്ട്, മോശമായ അർത്ഥങ്ങളിലൂടെ വ്യാഖ്യാനിച്ചുകൊണ്ട് അവനെക്കുറിച്ച് മോശമായ ഊഹങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ പാടില്ല. അതുകൊണ്ടാണ് സലഫുകൾ പറഞ്ഞതായി കാണാം, ഇൽതമിസ് ലി അഖീക 70 ഉദ്റ. നീ നിന്റെ സഹോദരന് വേണ്ടി 70ഓളം ന്യായങ്ങൾ, കാരണങ്ങൾ കണ്ടെത്തുക. എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോഴേക്കും നാം വാർത്തകൾ പ്രചരിപ്പിക്കരുത്. നമ്മുടെ മനസ്സിൽ തെറ്റായ ചിന്തകൾ കടന്നു വരരുത്. അവനങ്ങനെ ചെയ്യണമെങ്കിൽ അവന് വല്ല ന്യായവും ഉണ്ടായേക്കാം, അവനങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ അവന് വല്ല കാരണങ്ങളും ഉണ്ടായേക്കാം എന്ന് നീ മനസ്സിൽ കരുതുകയാണ് വേണ്ടത് എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കുക. ആറാമതായി, നമ്മുടെ സഹോദരന്മാരുമായുള്ള തർക്കകുതർക്കങ്ങൾ നാം ഒഴിവാക്കുക. നമുക്ക് സഹോദരന്മാർക്കിടയിൽ ചർച്ചകളാവാം, എന്നാൽ ആ ചർച്ചകൾ തർക്കത്തിലേക്കും കുതർക്കങ്ങളിലേക്കും വഴിമാറുന്നുണ്ടെങ്കിൽ അതവിടെ നിർത്തേണ്ടതുണ്ട്. കാരണം തർക്കത്തിന്റെ അവസരത്തിൽ ഓരോ ആളുകളും അവരവരുടെ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കും. അങ്ങനെ പരസ്പരം ശബ്ദത്തോടെ സംസാരിക്കുകയും പരസ്പരം പോരടിക്കുകയും അത് അക്രമങ്ങളിലേക്ക് വഴി നടത്തുകയും ചെയ്തേക്കാം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, അന സഈമുൻ ബിബൈതിൻ ഫീ റബദിൽ ജന്ന ലിമൻ തറകൽ മിറാഅ വഇൻ കാന മുഹിഖ. ന്യായമുണ്ടായിരുന്നിട്ടും തന്റെ ഭാഗത്താണ് സത്യമെന്നറിഞ്ഞിട്ടും തർക്കം ഉപേക്ഷിക്കുന്നവൻ, അവന് സ്വർഗത്തിന്റെ ഓരങ്ങളിൽ ഒരു കൊട്ടാരമുണ്ട്, അത് ഞാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അതിന് ഞാൻ ഉറപ്പു നൽകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. ഏഴാമതായി, തന്റെ സഹോദരനുണ്ടാകുന്ന വളർച്ചയിൽ നാം സന്തോഷിക്കുക. തന്റെ സഹോദരന് ദുനിയാവിൽ അവന് വല്ല നേട്ടങ്ങളും ഉണ്ടായാൽ, അതല്ലെങ്കിൽ ദീനിയായി അവന് വലിയ വിജ്ഞാനം കരസ്ഥമാക്കിയാൽ, ഇത്തരത്തിലുള്ള നന്മകളൊക്കെ ലഭിക്കുമ്പോൾ നാം അതിൽ സന്തോഷിക്കുക. അതിൽ അസൂയപ്പെടാൻ പാടില്ല. അത്തരത്തിലുള്ള മനസ്സിന്റെ ഉടമകളാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ എവിടെയോ അസൂയയുടെ അംശങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഇയ്യാകും വൽ ഹസദ്, നിങ്ങൾ അസൂയ സൂക്ഷിച്ചുകൊള്ളുക. ഫഇന്നൽ ഹസദ യഅകുലുൽ ഹസനാതി കമാ തഅകുലുൻ നാറുൽ ഹതബ്. ഒരു തീ വിറകിലെ എങ്ങനെയാണോ തിന്നുന്നത്, അതുപോലെ അസൂയ നന്മകളെ കാർന്ന് തിന്നുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നാം നമ്മുടെ സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്നതൊക്കെ നമ്മുടെ സഹോദരന്മാർക്കും നാം ഇഷ്ടപ്പെടുക. അതുവരെ നമ്മുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എട്ടാമതായി, നന്മയുടെ കാര്യത്തിൽ പരസ്പരം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുക. അല്ലാഹു പറഞ്ഞില്ലേ, വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നന്മയുടെ കാര്യത്തിൽ, തഖ്വയുടെ കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹായിക്കുക. എന്നാൽ തിന്മയുടെ കാര്യത്തിൽ പരസ്പരമുള്ള സഹകരണങ്ങൾ വേണ്ടതില്ല, അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്. അതുകൊണ്ട് ഈ പറയപ്പെട്ട 8 മാർഗങ്ങൾ നാം പരസ്പരം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പേരിൽ സ്നേഹിക്കുകയും അവന്റെ പേരിൽ വെറുക്കുകയും ചെയ്യുന്ന ഈമാനിന്റെ ഏറ്റവും ബലവത്തായ കയർ മുറുകെ പിടിക്കുന്ന ആളുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന ആളുകൾ അവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നാം സൂചിപ്പിച്ചത്. ഇനി ഈ സ്നേഹബന്ധം അത് ശക്തിപ്പെടാൻ, അത് ബലപ്പെടുത്താൻ നമ്മെ സഹായിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ സത്യം, അഥവാ അല്ലാഹുവെ സത്യം ചെയ്തു പറയുകയാണ്, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, നിങ്ങൾ മുഅ്മിനീങ്ങളാകുന്നത് വരെ നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനു ഹത്താ തഹാബ്ബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ, ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല. അവലാ അദുല്ലുക്കും അലാ ശൈഇൻ, ഞാൻ നിങ്ങൾക്കൊരു കാര്യം അറിയിച്ചു തരട്ടെയോ, ഇദാ ഫഅൽതുമൂഹു, ആ കാര്യം നിങ്ങൾ നടപ്പിലാക്കിയാൽ, അത് നിങ്ങൾ പ്രാവർത്തികമാക്കിയാൽ, തഹാബബ്തും, നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടാകും. ഏതാണ് ആ കാര്യം? അഫ്ശുസ് സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കുക. സലാം പറയുക എന്നല്ല പറയുന്നത്, സലാം വ്യാപിപ്പിക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം, സഹാബികൾ അവർക്കിടയിൽ ഒരു മരം ഒരു വിടവായി വന്ന് വീണ്ടും കണ്ടുമുട്ടിയാൽ അവർ വീണ്ടും സലാം പറയും. അങ്ങനെ അവർക്കിടയിൽ വല്ല മറയും വന്ന് അവർ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ അവർ സലാം വ്യാപിപ്പിക്കുകയാണ്, സലാം പറയുകയാണ്. ഈ ഒരു ചര്യ നാം നടപ്പിലാക്കേണ്ടതുണ്ട്. നമുക്കറിയുന്നവരോട് മാത്രമല്ല, അറിയാത്തവരോടും സലാം പറയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അത് നമ്മുടെ ഈമാനികമായ സ്നേഹത്തെ വർദ്ധിപ്പിക്കാനുള്ള ഒരു കാരണമായി അവിടുന്ന് നമ്മെ പഠിപ്പിച്ചതായി കാണാം. രണ്ടാമത്, സലാം പറയുന്ന സന്ദർഭത്തിൽ പരസ്പരം കൈകൾ കൊടുക്കുക, മുസാഫഹത്ത് ചെയ്യുക. റസൂലുള്ളാഹി പറഞ്ഞു, മാ മിൻ മുസ്ലിമൈനി യൽതഖിയാനി ഫയതസാഫഹാൻ, രണ്ട് മുസ്ലിമീങ്ങൾ അവർ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ അവർ പരസ്പരം കൈ കൊടുക്കുകയാണ്, അവർ ഹസ്തദാനം ചെയ്യുകയാണ്. ഇല്ലാ ഗുഫിറ ലഹുമാ ഖബല അൻ യതഫറഖാ, അങ്ങനെയാണെങ്കിൽ അവർ വേർപിരിയുന്നതിന് മുൻപായി അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടാതിരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചതായി കാണാം. മൂന്നാമത്തേത്, നമ്മൾ പരസ്പരം സമ്മാനങ്ങൾ, ഗിഫ്റ്റുകൾ കൈമാറുക. റസൂലുള്ളാഹി പറഞ്ഞു, തഹാദൗ തഹാബ്ബു, നിങ്ങൾ പരസ്പരം സമ്മാനങ്ങൾ കൈമാറുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള സ്നേഹം അത് നിലനിൽക്കുന്നതാണ്, നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹം ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖ്ബലുൽ ഹദിയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദിയകൾ, സമ്മാനങ്ങൾ സ്വീകരിക്കുമായിരുന്നു. വയുസീബു അലൈഹ, അതുപോലെ തന്നെ തിരിച്ച് സമ്മാനങ്ങൾ നൽകാറുമുണ്ട് എന്ന് അവിടുന്ന് രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് സമ്മാനങ്ങൾ അത് ചെറുതാണെങ്കിലും സ്വീകരിക്കുക, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനങ്ങൾ കൈമാറുക. അത് നമുക്കിടയിലുള്ള സ്നേഹത്തെ നിലനിർത്തുകയും അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. നാലാമതായി, നാം ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നാം ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നാം അദ്ദേഹത്തെ അത് അറിയിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ അഹബ്ബ അഹദുക്കും അഖാഹു ഫില്ലാ, ആരെങ്കിലും അള്ളാഹുവിന്റെ പേരിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു സഹോദരനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവനെ അറിയിച്ചു കൊള്ളട്ടെ. ഫഇന്നഹു അബ്ഖാ ഫിൽ ഉൽഫതി വഅസ്ബതു ഫിൽ മവദ്ദ, കാരണം അതാണ് സ്നേഹവും ഐക്യവും ഇണക്കവും എല്ലാം നിലനിൽക്കുന്നതിനും അത് ഉറക്കുന്നതിനും കാരണമായിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി കാണാം. അതുപോലെ അഞ്ചാമതായി, പരസ്പരം വിനയം കാണിക്കുക. നമ്മൾ സഹോദരന്മാർക്കിടയിൽ പരസ്പരം വിനയം കാണിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ, ഒരടിമ വിട്ടുവീഴ്ച ചെയ്താൽ അള്ളാഹു അവന്റെ ദറജ, അവന്റെ പ്രതാപം അള്ളാഹു ഉയർത്തി നൽകുന്നതാണ്. വമാ തവാളഅ അഹദുൻ ലില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി അവന് വിനയം കാണിച്ചാൽ റഫഅഹു അല്ലാഹു അസ്സ വജൽ, അള്ളാഹു അവനെ ഉയർത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ആറാമതായി, അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സന്ദർശിക്കുക. രോഗിയായാൽ അതല്ലാത്ത സന്ദർഭങ്ങളിലും നമ്മുടെ സഹോദരനെ സന്ദർശിക്കുക എന്നത് അങ്ങേയറ്റം പുണ്യമുള്ള കാര്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള 6 ബാധ്യതകളിൽ ഒന്നാണ് അവൻ രോഗിയായാൽ അവനെ സന്ദർശിക്കുക എന്നുള്ളത്. ഏഴാമതായി, തന്റെ സഹോദരന് വേണ്ടി അവന്റെ അസാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുക. റസൂലുള്ളാഹി പറഞ്ഞു, ദഅവത്തുൽ മർഇൽ മുസ്ലിമി ലി അഖീഹി ബിളഹ്രിൽ ഗൈബി മുസ്തജാബത്തുൻ, മുസ്ലിമായ ഒരു സഹോദരന് വേണ്ടി അവന്റെ അഭാവത്തിൽ, അവന്റെ അസാന്നിധ്യത്തിൽ ഒരു വ്യക്തി പ്രാർത്ഥന നടത്തിയാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, ഇൻദ റഅസിഹി മലകുൻ മുവക്കലുൻ, അവന്റെ തലയുടെ ഭാഗത്ത് ഒരു മലക്കുണ്ട്. ആ മലക്കിനെ അള്ളാഹു ഏൽപ്പിച്ച പണി എന്താണ്? കുല്ലമാ ദഅാ ലി അഖീഹി ബിഖൈരിൻ, തന്റെ സഹോദരന് വേണ്ടി, അവന്റെ നന്മയ്ക്ക് വേണ്ടി അവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മലക്ക് പ്രാർത്ഥിക്കുകയാണ്, ആമീൻ വലക ബിമിസ്ൽ, അള്ളാഹുവേ നീ ഉത്തരം കൊടുക്കണമേ, ഈ പ്രാർത്ഥിച്ച വ്യക്തിക്ക് അതുപോലെയുള്ള നന്മ അവരും നൽകണമേ എന്ന് ആ മലക്ക് അവന്റെ തലഭാഗത്ത് വെച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് അത് പരസ്പരമുള്ള സ്നേഹം വർദ്ധിക്കുവാനും
നമുക്കിടയിലുള്ള ഐക്യവും ഇണക്കവും വർദ്ധിക്കുവാനും കാരണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചതായി കാണാം. പണ്ഡിതന്മാർ പ്രത്യേകമായി രേഖപ്പെടുത്തിയതായി കാണാം. ഒരു വ്യക്തി അവൻ തന്റെ സഹോദരന് വേണ്ടി അവന്റെ അസാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിന്റെ വലിയ തെളിവായി അത് തന്നെ ധാരാളമായി മതിയായതാണ് എന്ന് അവർ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് ഇസ്ലാമിക സാഹോദര്യം അത് നിലനിർത്തുക, അള്ളാഹുവിന്റെ പേരിലായിരിക്കുക. നമ്മുടെ സ്നേഹവും നമ്മുടെ ഇണക്കവും നമ്മുടെ ഐക്യവുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കിടയിലുള്ള സ്നേഹവും ഐക്യവുമെല്ലാം നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم صل وسلم على نبينا محمد.